നമസ്കാരം. ആഗോള വ്യാപാരത്തിൻ്റെ സിരാകേന്ദ്രമെന്ന് വിശേഷിക്കപ്പെടുന്ന ചൈനയിലെ ഷിജിയാങ് പ്രവിശ്യയിലുള്ള യീവു നഗരം ഇന്ന് നിശബ്ദമാണ്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് മൊട്ടുസൂചി മുതൽ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ വരെ എത്തിക്കുന്ന ഈ വ്യാപാര ഹബ്ബ് ഇറാൻ അമേരിക്ക യുദ്ധത്തിൻ്റെ കെടുതികൾ നേരിട്ട് അനുഭവിച്ചു തുടങ്ങിയിരിക്കുന്നു. ചൈനയുടെ കയറ്റുമതി മേഖലയിൽ ഗൾഫ് രാജ്യങ്ങൾക്കുള്ള സ്വാധീനം വളരെ വലുതാണ്. 2025 മാത്രം ഈ മേഖലയിലേക്കുള്ള ചൈനയുടെ കയറ്റുമതി $120 ബില്യൺ കവിഞ്ഞിരുന്നു. എന്നാൽ യുദ്ധം 4ാം വാരത്തിലേക്ക് കടക്കുമ്പോൾ ചൈനീസ് വിപണിയുടെ നട്ടെല്ലായ മിഡിൽ ഈസ്റ്റേൺ വ്യാപാരികൾ വിപണിയിൽ നിന്ന് അപ്രത്യക്ഷമായിരിക്കുകയാണ്. വിമാന സർവീസുകൾ തടസ്സപ്പെട്ടതും ഇൻ്റർനെറ്റ് വിച്ഛേദിക്കപ്പെട്ടതും വ്യാപാര ബന്ധങ്ങളെ പൂർണ്ണമായും ബാധിച്ചു. ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള ചൈനീസ് ഉൽപ്പന്നങ്ങളുടെ പ്രവാഹം നിലച്ചത് ചൈനയുടെ ആഭ്യന്തര ഉൽപ്പാദന മേഖലയെയും പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. ഉദാഹരണത്തിന്, ചൈനയുടെ എയർ കണ്ടീഷണർ കയറ്റുമതിയുടെ 20% മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലേക്കാണ്. ഈ മാസം മാത്രം ഇതിൽ 12% ഇടിവ് രേഖപ്പെടുത്തി കഴിഞ്ഞു. ഗതാഗത ചെലവ് കുതിച്ചുയർന്നതാണ് വ്യാപാരികളെ വലയ്ക്കുന്ന മറ്റൊരു പ്രധാന ഘടകം. പേർഷ്യൻ ഗൾഫിലേക്കുള്ള കണ്ടെയ്നർ വാടകയിൽ 35% വർധനവാണ് ഇതുവരെ ഉണ്ടായിരിക്കുന്നത്. ഇതിനു പുറമെ ഇൻഷുറൻസ് പ്രീമിയം 143% വർദ്ധിച്ചത്. ഓരോ കണ്ടെയ്നറിനും $4000 വരെ വാർ സർചാർജ് നൽകേണ്ടി വരുന്നത് ചൈനീസ് നിർമ്മാതാക്കളുടെ ലാഭവിഹിതം ഇല്ലാതാക്കി. അലുമിനിയം, ചെമ്പ് തുടങ്ങിയ അസംസ്കൃത വസ്തുക്കളുടെ വിലയിലുണ്ടാകുന്ന വ്യതിയാനം വൻകിട കമ്പനികളായ മീഡിയ, ഹെയർ, ഗ്രീ തുടങ്ങിയവരുടെ പ്രവർത്തനത്തെ ബാധിച്ചു. ആഗോള അലുമിനിയം ഉൽപ്പാദനത്തിൻ്റെ 9% പശ്ചിമേഷ്യയിൽ നിന്നായതിനാൽ വിതരണ തടസ്സം ഭയന്ന് തുടക്കത്തിൽ വില കുതിച്ചുയർന്നിരുന്നു. എന്നാൽ യുദ്ധം നീണ്ടുപോകുന്നതോടെ ലോകം സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് നീങ്ങുമെന്ന ഭീതിയിൽ ഇപ്പോൾ ലോഹങ്ങളുടെ വില ഇടിയുകയാണ്. അസംസ്കൃത വസ്തുക്കളുടെ വിലയിലുണ്ടാകുന്ന ചെറിയ മാറ്റം പോലും ഈ കമ്പനികളുടെ ലാഭത്തിൽ വലിയ ഇടിവുണ്ടാക്കും. ഊർജ്ജ പ്രതിസന്ധിയും ആഗോളതലത്തിൽ ഉപഭോക്താക്കളുടെ വാങ്ങൽ ശേഷി കുറഞ്ഞതും ചൈനയുടെ സാമ്പത്തിക ലക്ഷ്യങ്ങളെ തകർക്കുന്ന അവസ്ഥയിലാണ്. ചൈനീസ് ഭരണകൂടം ഈ യുദ്ധത്തെ എങ്ങനെ കാണുന്നു എന്നതിനെക്കുറിച്ച് നിലവിൽ വലിയ ചർച്ചകൾ നടക്കുന്നുണ്ട്. അമേരിക്കൻ സൈനിക ശ്രദ്ധ പസഫിക് മേഖലയിൽ നിന്ന് പശ്ചിമേഷ്യയിലേക്ക് മാറുന്നത് ചൈനയ്ക്ക് ഗുണകരമാകുമെന്ന് ഒരു വിഭാഗം വാദിക്കുന്നു. ചൈനയുടെ ശക്തമായ എനർജി ഇൻഫ്രാസ്ട്രക്ചർ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് രംഗത്തെ മത്സരത്തിൽ അവരെ മുന്നിലെത്തിക്കുമെന്നും ഇവർ കരുതുന്നു. എന്നാൽ ഈ ശുഭാപ്തി വിശ്വാസം അസ്ഥാനത്താണെന്ന് സാമ്പത്തിക വിദഗ്ധർ മുന്നറിയിപ്പ് നൽകി. ആഗോള വിപണി മാന്ദ്യത്തിലേക്ക് വീണാൽ ചൈനയുടെ കയറ്റുമതി തകരും. ഇത് ആഭ്യന്തര വിപണിയിൽ ഉൽപ്പന്നങ്ങൾ കെട്ടിക്കിടക്കുന്നതിനും വിലയുദ്ധങ്ങൾക്കും കോർപ്പറേറ്റ് നഷ്ടങ്ങൾക്കും കാരണമാകും. ഡൊണാൾഡ് ട്രംപ് ഉയർത്തുന്ന താരിഫ് ഭീഷണികൾക്കിടയിൽ ചൈനയ്ക്ക് ലഭിച്ച ഏക ആശ്വാസം ആഗോള ഡിമാൻഡായിരുന്നു. യുദ്ധം ആ ആശ്വാസത്തെയാണ് ഇപ്പോൾ ഇല്ലാതാക്കുന്നത്. യുദ്ധത്തിൽ ആരും വിജയിക്കുന്നില്ല എന്ന കൈപ്പേറിയ സത്യമാണ് ചൈനീസ് സമ്പദ് വ്യവസ്ഥയും ഇപ്പോൾ അഭിമുഖീകരിക്കുന്നത്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.